ഇഷ്ടങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളെന്ന് പറയുന്നത് വാഹനങ്ങളിൽ എനിക്ക് ആദ്യമായിട്ട് ഞാൻ വാങ്ങിക്കാൻ ആഗ്രഹിച്ച വാഹനം എന്ന് പറയുന്നത് കുതിരയാണ്. കാരണം ഞാൻ അഡ്വഞ്ചർ പാർക്കിൽ, കൊല്ലത്ത് അഡ്വഞ്ചർ പാർക്കിൽ കുതിരയാണ് ആദ്യം ഓടിച്ച് പഠിച്ചത്. കാര്യം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ചില സ്പോർട്സ് കാര്യങ്ങളിൽ വളരെ ഇഷ്ടം പുലർത്തുന്ന ഒരാളായിരുന്നു ഞാൻ. പിന്നീട് ശരിക്കും ഞാൻ സ്വന്തമായിട്ട് കാശ് കൊടുത്ത് വാങ്ങിച്ച ഒരു വാഹനം അല്ലെങ്കിൽ ഒരു ഇരുചക്ര വാഹനം എന്ന് പറയുന്നത് സൈക്കിളാണ് ഞാൻ മേടിച്ചത്. ഞാൻ ആഗ്രഹിച്ചത് എൻഫീൽഡ് ബുള്ളറ്റാണ്. കാര്യം ബുള്ളറ്റ് വാങ്ങിക്കാൻ എൻ്റെ ഫാദർ വളരെ ശക്തമായിട്ട് എതിർത്തിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം മറ്റൊന്നുമല്ല, എൻ്റെ ഫാദറിൻ്റെ ഒരു ആക്സിഡൻറ്റ് പറ്റി കാല് മുറിച്ചതാണ്. അപ്പോൾ അതും ബുള്ളറ്റിൽ ഇൻഫീൽഡിൽ പറ്റിയ ഒരു ആക്സിഡൻറ്റിൽ അതിന് ശേഷം പിന്നെ ഒരു തരത്തിലും പിന്നെ ടൂ വീലർ ഓടിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബൈക്ക് വാങ്ങിക്കാനോ എന്നെ അനുവദിച്ചിട്ടില്ല. അപ്പോൾ കുട്ടിക്കാലം മുതലേ എനിക്ക് ഡ്രൈവിങ്ങും അതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ക്രേസബിളായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ബൈക്ക് പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇക്കാടെ വണ്ടി RX യമഹയുടെ വണ്ടിയാണ് ഞാൻ ഓടിച്ച് പഠിച്ചത്. അത് പഠിച്ച് ശേഷമാണ് പിന്നീട് അതിനകത്ത് വീണ്ടും ബൈക്ക് മേടിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് അത് നടന്നില്ല. അതിനുശേഷം പിന്നീട് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത് കാറ് എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു. കാറാകുമ്പോൾ പിന്നെ ഡാഡി പ്രശ്നം ഉണ്ടാക്കത്തില്ല. അപ്പം എൻ്റെ ഫാദറിൻ്റെ ഒരു ഫിയറ്റ് കാർ, പത്മിനി ഫിയറ്റ് കാറുണ്ടായിരുന്നു. അപ്പോൾ ആ കാറിലാണ് ഞാൻ ശരിക്കും ഈ ഡ്രൈവിങ് സ്വന്തമായിട്ട് ആദ്യം കൂടെ ഇരുന്ന് വണ്ടി പഠിക്കുക എന്ന് പറയുന്ന ഒരു രസകരമായിട്ടുള്ള കാര്യമാണ്. വണ്ടി കഴുകിക്കുക, വണ്ടി ക്ലീനാക്കി കൊണ്ട് നടത്തുക. അപ്പോൾ ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്തതിന് ശേഷമാണ് വണ്ടി എങ്ങനെ സൂക്ഷിക്കണമെന്ന് പഠിച്ചതിന് ശേഷമാണ് വണ്ടി എങ്ങനെ ഓടിക്കണം എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചത്. പിന്നീട് അടുത്ത വണ്ടി എന്ന് പറയുന്നത് എൻ്റെ ഫാദറിൻ്റെ വണ്ടി തന്നെയാണ്, അംബാസഡർ കാർ. ഞാൻ ആദ്യമായിട്ട് സ്വന്തമാക്കിയത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സൈക്കിള്, ടൂ വീലറിൽ. പിന്നീട് പിന്നെ ബൈക്ക് എടുക്കാൻ നോക്കി നടക്കാത്തതുകൊണ്ട് പിന്നെ 4 വീലറാണ് ഞാൻ പ്രിഫർ ചെയ്തത്. അങ്ങനെ ആദ്യമായിട്ട് എടുത്ത വാഹനം എന്ന് പറഞ്ഞത് മാരുതി 800, മാരുതി സുസുക്കി 800. അത് വന്നപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ അംബാസഡറിൻ്റെ ആ ഒരു ഇത് കഴിയുമ്പോൾ അന്നത്തെ ന്യൂ ജനറേഷൻ വണ്ടിയായിട്ടായിരുന്നു മാരുതി സുസുക്കി വണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വൈറ്റ് വണ്ടി എടുത്ത് ആ വണ്ടിക്കകത്ത് കുറേ ഓൾട്രേഷൻ നടത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് സബ് ഊഫർ എന്നൊക്കെ പറയുന്ന പോലെ അന്ന് സ്പീക്കറും സംഭവങ്ങളും ഒക്കെ ചെയ്ത് വെച്ച് ഈ വണ്ടി പോകുമ്പം തന്നെ ഭയങ്കര ഗ്ലാസിൻ്റെ അകത്ത് ഇങ്ങനെ തരത്തിലുള്ള ഭയങ്കര ബീറ്റൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഓൾട്രേഷനും കാര്യങ്ങളും. പിന്നെ എൻ്റെ വൈപ്പർ വരെ ഞാൻ വൈറ്റാക്കി. ഫ്രണ്ടിൽ ഞാൻ ആ സൺ ഷെയ്ഡിന് പകരം അവിടെ ഒരു വൈറ്റ് ഒട്ടിച്ചിട്ട് സോണി എന്ന് പറഞ്ഞ് നമ്മളെ കമ്പനിയുടെ പേര് ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓൾട്ടർ ചെയ്തൊരു വണ്ടിയായിരുന്നു ഞാൻ ചെയ്തു വെച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് എടുക്കുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അംബാസഡറിലേക്ക് പോയായിരുന്നു. ആ അംബാസഡറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പവറുള്ള ഒരു വണ്ടിയായിരുന്നു. പജേറോ എഞ്ചിൻ കയറ്റിയ വണ്ടിയായിരുന്നു അത് ശരിക്കും ഞങ്ങളുടെ ഡാഡി പറയും, ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ എഞ്ചിൻ ഉള്ളതുകൊണ്ട് തെങ്ങിൽ വരെ കയറുന്നു. അപ്പം അങ്ങനത്തെ ആ ഒരു ക്രൈസ്, അംബാസഡറിൻ്റെ ക്രൈസ് വിടാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഇത് കൊടുത്തതിന് ശേഷം ഡീസൽ, അതാണ് മെയിൻ ഓപ്ഷൻ. അപ്പം എക്കണോമിക്കലി നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ കൂടുതൽ ഇത് കിട്ടുമെന്നുള്ള ഇത് വെച്ചിട്ട് ഞാൻ അംബാസഡർ വീണ്ടും വാങ്ങിച്ചിട്ട് അത് വളരെ ഈ പറഞ്ഞ രീതിയിൽ കുറേ നാൾ യൂസ് ചെയ്തു. അംബാസഡർ പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞാൽ ഞാൻ കൂടുതലും വണ്ടി ഒരു 2 years 3 years കൂടുതൽ ഒരു വണ്ടി അങ്ങനെ ഉപയോഗിക്കൽ കുറവാണ്, അത്രേ ഉപയോഗിക്കാറുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് കോണ്ടസെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ബെൻസിനോട് ഇന്ത്യൻ ബെൻസ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ എൻ്റെ ഫാദറിന് വളരെ ഇഷ്ടപ്പെട്ടൊരു വണ്ടിയായിരുന്നു കോണ്ടസെ. അപ്പോൾ ആ വണ്ടി എടുത്ത് കുറേ നാൾ ഞാൻ കൊണ്ടു നടന്നു. അത് പെട്രോളായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് മറ്റ് ചെറിയ വണ്ടികൾ ഇറങ്ങുന്ന ഒരു ട്രെൻഡായിരുന്നു. അങ്ങനെയാണ് ഞാനത് ടാറ്റ ഇൻഡിക്ക ഞാൻ വാങ്ങിച്ച് സ്വന്തമാക്കിയത്.
ടാറ്റ ഇൻഡിക്ക വലിയ കുഴപ്പമില്ലാത്ത ഒരു വണ്ടിയായിരുന്നു. കുറേ നാൾ യൂസ് ചെയ്തു. ഈ പറഞ്ഞ പോലെ 1.5 കൊല്ലം യൂസ് ചെയ്തിട്ട് പിന്നെ ഞാനത് കൊടുത്തു. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്ന വണ്ടിയാണ് ഓപ്പൽ ആസ്ട്ര ക്ലബ്ബ്. അത് കുറച്ചുകൂടെ സ്പോർട്ടിയാണ്, വളരെ സ്റ്റെബിലിറ്റി ഉള്ള വണ്ടിയാണ്. നമുക്ക് ആ വണ്ടിയുടെ ഓടിക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്റ്റെബിലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. വളരെ നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നൊരു വണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് എൻ്റെ വണ്ടിയുടെ നമ്പേഴ്സ് ഒരുവിധം എല്ലാം 1, 2, 3, 4 എന്നാണ് എൻ്റെ വണ്ടിയുടെ നമ്പേഴ്സ്. അപ്പോൾ ഞാൻ ആ നമ്പർ തന്നെ സ്വന്തമാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ ഓപ്പൽ ആസ്ട്ര ഞങ്ങൾ ശരിക്കും ഒരു 3.5 വർഷത്തോളം യൂസ് ചെയ്യാനായിട്ട് ഒരു ക്രൈസ് തോന്നിയ വണ്ടിയായിരുന്നു. കാര്യം എനിക്ക് സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് ഉള്ളതുകൊണ്ട് ഡോക്ടർ തന്നെ പ്രിഫർ ചെയ്തൊരു വണ്ടിയാണ്. നോക്കി ബോഡിക്കും എല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് വലിയ സ്ട്രെയിൻ ഇല്ലാത്ത, ഓടിക്കും തോറും നല്ല ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്ന സ്ട്രോങ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഡോക്ടർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉപാസന എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോർജാണ് അങ്ങനെ പ്രിഫർ ചെയ്തിട്ട് ഞാൻ ആ വണ്ടിയിലേക്ക് പോകുന്നത്. എൻ്റെ സുഹൃത്ത് സുനിലിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ആ വണ്ടി വാങ്ങിയത്. പിന്നീട് അടുത്ത വണ്ടി ചേഞ്ച് ചെയ്തതാണ് ഇന്നോവ. കാര്യം ഇതിനോട് അനുബന്ധമായിട്ട് ഇത്രയും പിടിച്ചു നിൽക്കുന്ന വണ്ടി, യാത്രാ കംഫോർട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള വണ്ടിയായിരുന്നു ഇന്നോവ.